ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് 2.85 കൊടുക്കാം. CNG വണ്ടി കേട്ടോ. CNG ഉള്ളത്. ഇതൊക്കെ ആകുമ്പോൾ നമുക്കൊരു 4.68 കൊടുക്കാം. 4.68. സാധാരണ ഗതിയിൽ ഒരു 5.5 റേഞ്ചിൽ മാർക്കറ്റുള്ള വണ്ടിയാണ്. ഉണ്ട്. അതുപോലെ തന്നെ ഈ കിടക്കുന്നതാണെങ്കിലോ ഇത് 2023 വണ്ടി. 23 തന്നെയാണ്. ശരി, ഇത് നമുക്ക് എന്താ വില? ഇത് നമുക്ക് ആ റേഞ്ച് അടുപ്പിച്ച് കൊടുക്കാം. 4.45 റേഞ്ചിൽ 4.85 ആ റേഞ്ച്. ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് 3,000 രൂപ ചോദിക്കുന്നു. 3,25,000 രൂപയ്ക്ക് 17 ടൂർ എടുക്കാം. ഇത് നമുക്ക് ആ പറഞ്ഞ പോലെ 3.5 റേഞ്ച് കൊടുക്കാം. ഓൾമോസ്റ്റ് ഫുൾ ലോണും കയറും അല്ലേ? ഓൾമോസ്റ്റ് ലോൺ കയറും. ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് 6.95 കൊടുക്കാം. 6.95 കൊടുക്കാം. ന്യൂ ഷേപ്പ് വണ്ടി. ഇത് 4.95. എന്തായാലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. മാക്സിമം 20 വണ്ടി കേട്ടോ. ഫുൾ ലോൺ കയറും. 2.65 കൊടുത്തേക്കാം. 2.65 2,65,000 പൈസ പോലും ആവുന്നില്ലല്ലോ. അതെ. നല്ലൊരു ടാക്സി വണ്ടി എടുക്കാൻ ആഗ്രഹിച്ച് നടക്കുന്ന എല്ലാവരും നിർബന്ധമായും വണ്ടി എടുക്കുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് വന്ന് നോക്കിയാലും ചെയ്യേണ്ട ഒരു ഷോറൂമാണ് നമ്മുടെ ഫ്ലൈ വീൽസ് എന്ന് പറയുന്നത്. ഈ ഒരു ഷോറൂമിൽ ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്ന എല്ലാ വണ്ടികളും ടാക്സി വണ്ടികളാണ്. ഇവിടെ ടാക്സി വണ്ടികൾ മാത്രമേ ഉള്ളൂ എന്ന് നിങ്ങൾ വിചാരിക്കും. പക്ഷേ ഈ ഒരു ഷോറൂമിൽ ടാക്സി വണ്ടികളെ ഉള്ളൂ എങ്കിൽ ഇവർക്ക് മൊത്തം 3 ഷോറൂമുണ്ട്. ഒരു കിലോമീറ്ററിന് ചുറ്റുള്ളവർ. ബാക്കിയുള്ള 2 ഷോറൂമിൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ പ്രൈവറ്റ് വണ്ടികൾ വേറെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് ടാക്സി വണ്ടികൾക്ക് വേണ്ടി മാത്രമുള്ളൊരു ഷോപ്പാണ്. അപ്പോൾ എന്നാലും മാക്സിമം ഈ പറഞ്ഞ പോലെ വണ്ടികളൊക്കെ എടുക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവസരങ്ങൾ കളയാതിരിക്കുക. നല്ല നല്ല വണ്ടികൾ കിട്ടുമ്പോൾ എടുത്ത് വെച്ചോളൂ. ഒരുവിധം എല്ലാ വണ്ടികളും പിന്നെ ഈ പറഞ്ഞ പോലെ ഡീസലാണ്, മൈലേജ് കിട്ടും. അതുപോലെ തന്നെ ഭൂരിഭാഗം വണ്ടികളും പെട്രോളിൽ പിന്നെ CNG ഉള്ള വണ്ടികളാണ്. അപ്പോൾ എന്തായാലും കംപ്ലൈൻറ്റ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ മാക്സിമം വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തു എല്ലാവർക്കും ഉപകാരം കിട്ടിക്കോട്ടെ. കൂടുതലൊന്നും പറയുന്നില്ല. നമ്മുടെ അമീൻ ബ്രോയിൻ്റെ കംപ്ലീറ്റ് വണ്ടിയുടെ ഡീറ്റെയിൽ എന്ന് പറഞ്ഞാൽ മാക്സിമം വില കുറച്ച് നല്ല അടിപൊളി വണ്ടികൾ നിങ്ങൾക്ക് തരുകയും ചെയ്യാം. അപ്പോൾ എന്തായാലും നല്ലൊരു ടാക്സി വണ്ടി എടുക്കാൻ ആഗ്രഹിച്ച് നടക്കുന്ന എല്ലാവർക്കും വന്ന് നോക്കാൻ പറ്റുന്ന അടിപൊളി ഷോറൂമാണ് ഈ ഒരു ഷോറൂം. ഞാൻ ഓൾറെഡി പറഞ്ഞു നല്ല ടാക്സി വണ്ടികൾ മാത്രമേ ഉള്ളൂ. അമീൻ ബ്രോയിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞുതരാൻ വേണ്ടി അമീൻ ബ്രോ ഒറ്റ കാര്യം ചോദിക്കാനുള്ളൂ. ഫസ്റ്റ് ചോദിച്ചോ, എന്താ വണ്ടിൻ്റെ അവസ്ഥ? വണ്ടിയൊക്കെ ഹൈ ക്വാളിറ്റി വണ്ടികളാണ്. 100% ഒരു 90% കമ്പനി സർവീസ് ഉള്ള വണ്ടികളാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഒരാൾ കുറ്റം പറയരുത്. അങ്ങനെയല്ല, നമ്മളെല്ലാവർക്കും ചെക്കിംഗ് വാറണ്ടി, അതായത് ഷോറൂമിൽ വേണേൽ കൊണ്ട് ഷോറൂമിൽ ചെക്ക് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന ആരെ കൊണ്ടുവേണം കൊണ്ട് ചെക്ക് ചെയ്ത് ബോധ്യപ്പെട്ടെടുത്താൽ മതി. എങ്ങനെ വേണം ചെക്ക് ചെയ്യാം. എങ്ങനെ വേണം ചെക്ക് ചെയ്യാം. കാരണം നമ്മൾ ചെക്ക് ചെയ്തൊക്കെ വെച്ച് വണ്ടി അടിപൊളിയല്ലേ. നമ്മൾ മാക്സിമം ചെക്ക് ചെയ്താൽ എടുക്കുന്നത്. പിന്നെ ചില നമ്മൾ പാർക്കാൻ സേലും പിടിക്കാറുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ തമ്മിൽ ഒരു ഇത് വരാണ്ടിരിക്കാനാണ് പറഞ്ഞാൽ എല്ലാവരും ചെക്ക് ചെയ്തോളാൻ പറയുന്നത്. അപാകത കാര്യങ്ങൾ, ഫ്ലഡ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു കൊടുക്കും. ഇൻ കേസ് മെക്കാനിക്കൽ ക്വാളിറ്റി ആണല്ലോ നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ചെക്ക് ചെയ്ത് തന്നെ എടുത്തോളാൻ പറയുന്നത്. ടാക്സി ഒന്നിന് പുറത്തോടിയ വണ്ടികളാണ് എല്ലാം തന്നെ അല്ലേ? ഒന്നിന് പുറത്തോടിയതുകൊണ്ട് പിന്നെ ഇരട്ടിയാക്കി 70 അത്രയും ഓടിയതും കിടപ്പുണ്ട് മാക്സിമം. 90% കമ്പനി സർവീസ് ഉള്ള വണ്ടികളാണ്. പറഞ്ഞു കൊടുത്തേക്കാം. മഴക്കാലൊക്കെയാണ്, കഷ്ടപ്പാടാണ്. ടാക്സി വണ്ടികളാകുമ്പോൾ പിന്നെ കഴിയാറായി അങ്ങോട്ട് കൊടുക്കാനല്ലേ, സെറ്റ് ആയി കൊടുക്കാം. ഇതിപ്പോ ഏതാ മോഡല്? ഇതൊക്കെ ആകുമ്പോൾ 2016, 17. ഇത് 17. പലരും വിചാരിക്കും 17 ഈ ഷേപ്പ് ഇറങ്ങിയിട്ടുണ്ടോ. ഇത് ടൂറാണ് അല്ലേ? അതെ, ടൂർ വരുന്ന വണ്ടിയാണ്. ഇത് ഡീസൽ അല്ലേ? ഡീസൽ വണ്ടിയാണ്. ഡീസലാണ്. 2017 മോഡൽ. കിലോമീറ്ററോ? ഇതിന്റെ 2 ലക്ഷത്തോളം കിലോമീറ്റർ പോയിട്ടുണ്ട്. 5-10 ഡിസയർ ടൂർ തന്നെ നമുക്ക് ഇവിടെ കിടപ്പുണ്ട്. അതായത് ഈ ഒരു നിര കിടക്കുന്ന എല്ലാം ഡിസയർ ആണ്. അതായത് ഇതെല്ലാം 1.5, 1.25, 2 കമ്പനി സർവീസ് ഉള്ള വണ്ടികളാണ് അല്ലേ? മേജർ ആക്സിഡന്റ് റീപ്ലേസ് ഇല്ലല്ലോ? മേജർ ആക്സിഡന്റ് ഇല്ല. ഇതിന്റെ ഒരു ഡോർ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്, ബോണ്ട് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഞാൻ പറയട്ടെ, ഈ മേജർ എന്ന് പറയുമ്പോൾ എപ്പോഴാണ് അപ്പൊ ഈ ഒരു ഡോറ്, അതായത് ഇപ്പൊ ഒരു 17 വണ്ടിക്ക് 24 ആയപ്പോ ഒരു ബോണ്ട് മാറി വെച്ചാൽ നല്ലത്. അല്ലാണ്ട് ഷെല്ലോ കാര്യങ്ങളോ അങ്ങനെയൊന്നും പറഞ്ഞ. അതായത് പഴയത് മാറി പുതിയത് വെക്കല്ലേ ചെയ്തത് അല്ലേ? ഓക്കെ, അപ്പൊ നിങ്ങൾ ചെക്ക് ചെയ്തോളാം, എന്നിട്ട് മാത്രം എടുക്കാം. അപ്പൊ ഇത് നമുക്ക് 17 വണ്ടി എന്താ വില? ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് 3,000 രൂപ ചോദിക്കുന്നു. 3,25,000 രൂപയ്ക്ക് 17 ടൂർ എടുക്കാം. അത് നല്ല ക്വാളിറ്റിയുള്ള വണ്ടി കേട്ടോ. അതുപോലെ തന്നെ ഇത് 2023 CNG കമ്പനി CNG വണ്ടി. 23 കമ്പനി അറ്റാച്ച്ഡ് വണ്ടിയാണ്. ഊബർ അറ്റാച്ച്ഡ് ആണ്. ഇതിന്റെ ഇന്റീരിയർ കണ്ടോ? അത്യാവശ്യം നല്ല നീറ്റാണ്. എല്ലാത്തിനും ഇന്റീരിയർ കാണിക്കുന്നില്ല. നിങ്ങൾ അയച്ചു കൊടുക്കണം. അയച്ചു കൊടുക്കാം, എല്ലാവർക്കും ഡീറ്റെയിൽസ് അയച്ചു പറഞ്ഞു തീർക്കാം. ഇതിപ്പോ നമുക്ക് 23 വണ്ടി കിലോമീറ്റർ എന്തായാലും ഒന്നിന് പുറത്തോടിയില്ലേ? ഇത് 1.12 കമ്പനി സർവീസ് ഉള്ള വണ്ടി. പെട്രോൾ അല്ലേ? പെട്രോൾ CNG. എന്താ വില? ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് 6.55 കൊടുക്കാം. 6,55,000 രൂപ കൊടുക്കാം. 23 വണ്ടി. അത് 4 സിലിണ്ടർ വണ്ടി ആട്ടോ. ഇപ്പൊ ഇറങ്ങണൊക്കെ 3 സിലിണ്ടർ ആണ്. അതെ. ഇതാണെങ്കിലോ ഇതിന്റെ ഒരു ഡോർ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്തോളൂ. അതൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുള്ളൂ എല്ലാവരോടും. ഈ കിടക്കുന്നോ? ഇതാകുമ്പോൾ 2017 ഡീസൽ. 17 ഡീസൽ. വീഡിയോ? അതെ, വീഡിയോ അല്ല, ടൂർ തന്നെയാണ്. ഓക്കെ, മോശമൊന്നുമില്ല. ഈ ടൂർ ആണെന്ന് പറഞ്ഞാൽ ഒരുവിധം പവർ ഒക്കെ ഉണ്ടാവും. അപ്പൊ എല്ലാ വണ്ടിയും നോക്കിയോ, എല്ലാം ക്വാളിറ്റി വണ്ടികൾ മാത്രമേ എടുക്കാറുള്ളൂ. പാർക്കാൻസേൽ വന്നാലും അങ്ങനെയുള്ള നമ്മൾ ഇടാറുള്ളൂ. അത്യാവശ്യം നല്ല നീറ്റ് അല്ലേ? ഇതൊക്കെ പക്കാ ക്വാളിറ്റി വണ്ടിയാണ്. 34 കിലോമീറ്ററോളം മൈലേജും കിട്ടും. ഈ പാക്കേജ് ഒക്കെ ഓടുന്നവർക്ക് ഡീസൽ വണ്ടി ആയിരിക്കും ഓൾമോസ്റ്റ് ബെറ്റർ. കിലോമീറ്റർ അറിയോ? ഇതിന്റെ കിലോമീറ്റർ 1.25, 2 എല്ലാം ഹിസ്റ്ററി ഉള്ളതാണ്. എല്ലാത്തിനും കറക്റ്റ് ഹിസ്റ്ററി ഉള്ളതാണ്. ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് 3.65. 3.65 കൊടുക്കാം. 17 വണ്ടി അല്ലേ? അതെ, അടിപൊളി. അതുപോലെ തന്നെ ഈ സെയിം സാധനം ഉണ്ടല്ലോ. ഇതൊക്കെ 16. എന്ത് വരെയുണ്ട്? ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് നോക്കട്ടെ, 16 അല്ല, ഇത് 17 വണ്ടി തന്നെയാണ്. 17 തന്നെയാണ് അല്ലേ? എന്താ വില? ഇതും നമുക്ക് ആ പറഞ്ഞ പോലെ 3.5
റേഞ്ച് കൊടുക്കാം. ഓൾമോസ്റ്റ് ഫുൾ ലോണും കയറും അല്ലേ? ഓൾമോസ്റ്റ് ലോൺ കയറും. നല്ല പ്രൊഫൈൽ ഒക്കെ ഉണ്ടെങ്കിൽ മാക്സിമം ലോൺ ഇതൊക്കെ അടിപൊളി. അതേപോലെ തന്നെ പഴയ ഷേപ്പ് ഇതൊക്കെ 16 വണ്ടികളാണ്. ഇതൊക്കെ നമുക്ക് 295 3 രൂപ ബഡ്ജറ്റ് കൊടുക്കാവുന്നതാണ്. ഈ ഡിസൈൻ 16 വണ്ടിക്ക് 295 മാക്സിമം ഫുൾ ഫിനാൻസും കയറും. ബാക്കിയൊക്കെ ഉള്ളതാണെങ്കിൽ മാക്സിമം കയറും. അല്ലെ ഒരു 50 രൂപ ഒക്കെ മാക്സിമം ഡീസലല്ലേ? ഡീസൽ വണ്ടികളെല്ലാം ഡീസൽ. 3 ഡീസലാ? ഇതൊക്കെ ഡീസൽ വണ്ടികളാണ്. 3 ഓക്കെ. അപ്പൊ ഏകദേശം 2.45 അല്ല 2.90 295 310 315 അതുവരെയാണ് അതിന്റെ റേഞ്ച് വരുന്നത് അല്ലേ? അതെ അതെ. അപ്പൊ 3 കിടപ്പുണ്ട് 16 ഈ പറഞ്ഞ പോലെ 2.95 മുതൽ ഒരു 3.15 വരെ നിങ്ങൾ ഞാൻ പറയില്ലേ പാർക്കാൻസയിലും വണ്ണുണ്ട്. അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് ഒരു വണ്ടി ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മളോട് സംസാരിക്കാം. നമ്മുടെ കസ്റ്റമറോട് സംസാരിച്ച് മാക്സിമം ആവണാണ് നമ്മൾ കച്ചവടമാക്കി തരാനേ നോക്കുള്ളൂ. ആവശ്യം അതാണല്ലോ. അതെ അതെ, നമ്മുടെ പരിപാടിയാണല്ലോ, നമ്മുടെ അന്നാണല്ലോ. അത് നിങ്ങൾക്ക് ഏറ്റവും നല്ല രീതിക്ക് തന്നെ തരാൻ നോക്കും. വിലയൊക്കെ പറയുമ്പോൾ ചിലർ പറയും വില കൂടുതലാണ് അതാ ഇതാന്നൊക്കെ പറഞ്ഞ് പറയും. പക്ഷേ ക്വാളിറ്റി വണ്ടിക്ക് എവിടെയാണെങ്കിലും വില കൊടുക്കണം. ഈ 16 വണ്ടിക്ക് 2.95 കുറച്ചൊക്കെ എങ്ങനെ കൊടുക്കണം അല്ലേ? ഞാൻ ചോദിച്ചത് അതാണ്. ബാക്കി നിങ്ങൾ ചെക്ക് ചെയ്തോളാം. അതുപോലെ തന്നെ നല്ല അടിപൊളി എർട്ടിക ഉണ്ടല്ലോ, 7 സീറ്റ് വണ്ടികൾ. 7 സീറ്റാണ്. ഇനി അങ്ങോട്ട് കുറച്ചൊന്നും കാണിച്ചു തരാം. അടിപൊളി വണ്ടികൾ. ഇതേതാ മോഡൽ? ഇതൊക്കെ ആവുമ്പോ 2019 അല്ലേ? ബോഡി വൈസ് ഒന്നും കാര്യമായ ഡീസൽ വണ്ടി കേട്ടോ. ഡീസൽ അല്ലേ? ന്യൂ ഷേപ്പ് ഡീസൽ വണ്ടിയായി കിട്ടാൻ പാടാണ്. ഇതിപ്പോ റയർ സാധനമാണ്. പിന്നെ ഇതെനിക്ക് ഒന്ന് വീഡിയോ ചെയ്യാം. വീഡിയോ അല്ലേ? അത്യാവശ്യം എന്താ പറയാ ഫിറ്റിംഗ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒന്നും ചെയ്തിട്ടില്ല, വന്ന കണ്ടീഷൻ തന്നെ കിടക്കണം. ഇതാണ് ഈ വന്ന കണ്ടീഷൻ. പോലീസ് പോലും ചെയ്തിട്ടില്ല, കഴുകിയിട്ട് പോലും അങ്ങനെ തന്നെ പറയാം. ശരിക്കും ഇത് നമുക്ക് പിന്നെ മോഡൽ പറഞ്ഞില്ലല്ലോ, 2019 എർട്ടിക വീഡിയോയാണ്. മോശമൊന്നുമില്ല. ഈ പറഞ്ഞ പോലെ 1-1.5 കോടി ഉണ്ടാവും. ഇത് 2 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. കമ്പനി സർവീസ് ഉള്ള ഓരോന്നും വ്യത്യാസമുണ്ടല്ലോ. അപ്പൊ നിങ്ങൾ ചെക്ക് ചെയ്തെടുത്തോളാം. ഹിസ്റ്ററി ഉള്ളതാണ്. അതെ. എന്താ വില? ഇതൊക്കെ നമുക്ക് 6.95 കൊടുക്കാം. 6.95 കൊടുക്കാം. ന്യൂ ഷേപ്പ് വണ്ടി. വലിയ കൂടുതലൊന്നും അല്ല കേട്ടോ. ബാക്കി നിങ്ങൾ ചെക്ക് ചെയ്തോളാം. അതുപോലെ തന്നെ പഴയ ഷേപ്പ് ആണെങ്കിലോ ഇത് 2017 ഇതൊക്കെ വേറെയും വരാനുണ്ട് കേട്ടോ. 3-4 ഇരട്ടിയ 17 18 ഒക്കെ വരാനുണ്ട്, കയറാനുണ്ട്. ഇത് 17 ഇത് 17 ഓക്കെ. ഡീസലാണ്, ഡീസൽ വണ്ടി. ശരി. ഇത് ചെറിയ കിലോമീറ്റർ ആയിട്ടുള്ളൂ. ഇത് 1.15 അങ്ങനെയാണ് കമ്പനി സർവീസ് ഉള്ള വണ്ടി. ഇത് നമുക്ക് എന്താ വില? ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് 6-15 ആ റേഞ്ച് ആവും. പിന്നെ ഇതിന്റെയൊക്കെ തന്നെ 5.5 ബഡ്ജറ്റ് ഒക്കെ ഉള്ള ഞാൻ പറഞ്ഞില്ല ഇരട്ടിയ വരാണ്ടെന്ന് 17-18 ഒക്കെ വരാനുണ്ട്. ചെറിയ റീപ്ലേസ് ഒക്കെ അല്ലേ? അപ്പൊ ഓരോ വണ്ടി മാക്സിമം ഇതനുസരിച്ച് വണ്ടി എടുത്ത് വരുന്നത്. അതാണ്. ഇത് ക്വാളിറ്റി റീപ്ലേസോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഒന്നുമില്ല. ഓക്കെ. ക്വാളിറ്റിയിൽ ലോ കിലോമീറ്റർ വണ്ടി വേണമെങ്കിൽ നോക്കിയോ നിങ്ങൾ. 6.4 അല്ലേ? അതേപോലെ ഇതോ ഇതാവുമ്പോ 2024 മോഡൽ കമ്പനി CNG വണ്ടിയാ കേട്ടോ. 24 വണ്ടിയോ? 24 കമ്പനി CNG വണ്ടി. ലോ കിലോമീറ്റർ തന്നെ 71,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 24 മോഡലാണ് ആലോചിക്കണം. ഇത് പുത്തൻ വണ്ടി, പുത്തൻ വണ്ടി, കമ്പനി CNG വണ്ടി. എക്സ്ട്രാ ഫിറ്റിംഗ്സ് കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. ഇതിനൊക്കെ ഒരു 10-28 25-28 റേഞ്ച് ആണ് പറയുന്നത്. ഇത് ഹൈബ്രിഡ് അല്ലേ? ഇത് കമ്പനി CNG ഹൈബ്രിഡ് വണ്ടിയിൽ CNG ഇതായിട്ട് വരില്ലല്ലോ. മോശമൊന്നുമില്ല. അപ്പൊ എന്തായാലും ഈ പറഞ്ഞ 20+ എന്തായാലും മൈലേജ് കിട്ടും. 20+ ഉറപ്പായിട്ടും കിട്ടും. ന്യൂ ഷേപ്പ് 24 വണ്ടിക്ക് എന്താ വില? 24 വണ്ടിക്കാകുമ്പോൾ നമുക്ക് ഒരു 9.85 കൊടുക്കാം. ഒട്ടും കൂടുതലൊന്നും പറയാൻ പറ്റില്ല അല്ലേ? ഞാൻ പറയില്ലേ 10-30,000 രൂപ സെറ്റ് കാര്യങ്ങൾ 360 കാര്യങ്ങളെല്ലാം കെട്ടിട്ടുള്ളതാണ്. 360 മുതൽ ഒരുപാട് ഫിറ്റിംഗ്സ് ഉണ്ടല്ലേ? 71,000 കിലോമീറ്റർ പോയിട്ടുള്ളൂ. അടിപൊളി. 71 രൂപ. എന്തായാലും ആർക്കെങ്കിലും വേണേ നോക്കിയോ. നിങ്ങൾ ഇതൊന്നും മിസ് ചെയ്യണ്ട. ഇതൊക്കെ ഇപ്പൊ കിട്ടുമ്പോഴേ കിട്ടുള്ളൂ. ഇതേപോലെ തന്നെ തപ്പിയാണെന്ന് ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല അല്ലേ? അതെ ഭയങ്കര ഡിമാൻഡ്. സിലിണ്ടർ ലോണൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. സെയിം സാധനം ഫുൾ ഓപ്ഷൻ 2020 ആണ്. ഇതും CNG വണ്ടിയാണ്. CNG ആണ്. മോശമൊന്നുമില്ല. വണ്ടി നല്ല നീറ്റ് ആട്ടോ. ഇത് കിലോമീറ്ററൊക്കെയോ? ഇത് 1.12 അങ്ങനെ പോയിട്ടുള്ളൂ അല്ലേ? വണ്ടി നല്ല ക്ലീൻ ആണ്. ഈ പറഞ്ഞ പോലെ തന്നെ അപാകതയൊന്നുമില്ലല്ലോ? ഇല്ല, ഇതിന് അപാകതയൊന്നുമില്ല. ശരി. ഇത് നമുക്ക് എന്താ വില? ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് 7.65 കൊടുക്കാം. 7.65 കൊടുക്കാം. ഓക്കെ. അതും ഈ പറഞ്ഞ പോലെ തന്നെ CNG വരുന്ന വണ്ടി ആയതുകൊണ്ട് മൈലേജ് കിട്ടും അല്ലേ? മൈലേജ് ഉണ്ട്. ഓക്കെ. അപ്പൊ 4 ഇരട്ടിക്ക് ഇവിടെ കിടപ്പുണ്ട്. 5ാമത്തെ വണ്ടി കാണിച്ചത്. 5ാമത്തെ ന്യൂ ഷേപ്പ് വണ്ടി 2020 ഏറ്റവും ടോപ്പിന്റെ വണ്ടി അല്ലേ? ഡീസലാ? ഡീസൽ വണ്ടി. ഇത് ZDI+ ആട്ടോ. ZDI+ ആണ്. ഓക്കെ. അതായത് ഒരുവിധം എല്ലാവിധ ഫീച്ചേഴ്സ് കമ്പനി ഫിറ്റ് വരും. കാരിയർ ഒക്കെ ചെയ്തിട്ടുണ്ട്. ടാക്സി വണ്ടിക്ക് അതെന്തായാലും വേണമല്ലോ. ബട്ടൺ ഷർട്ട് ഉൾപ്പെടെ എല്ലാം ഉണ്ട്. നല്ല സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ കിലോമീറ്റർ ബ്രോ? ഇത് 1.30 കമ്പനി സർവീസ്. അതായത് ഈ മോഡലിനെ അപേക്ഷിച്ച് ഡീസലിന് ഫുൾ അപ് ടു ഡേറ്റ് സർവീസ് ഉള്ള വണ്ടിയാണ്. അതെ. ഇതിന്റെ ഒരു ബോണറ്റാണോ ഡിക്കിയും ഡോർ കണ്ട് മാറിയിട്ടുണ്ട്. അതും കമ്പനി ക്ലെയിം ഉള്ളതാണ്. എന്താ വില? ഇത് നമുക്ക് 7.35 കൊടുക്കാം. 7.35. 20 വണ്ടി അല്ലേ? 20 വണ്ടി. അതും ZDI+. പുഷ്പ സ്റ്റാർട്ട് കാര്യങ്ങളെല്ലാം വരുന്നത്. മോശമൊന്നുമില്ല. അതായത് ഇപ്പൊ ഞാൻ കാര്യം ഇതിപ്പോ നമുക്ക് വേണമെങ്കിൽ പ്രൈവറ്റ് ആക്കാൻ പറ്റുമോ? പ്രൈവറ്റ് ആക്കാമല്ലോ. എന്ത് ചെലവ് വരും ഏകദേശം അറിയോ? പ്രൈവറ്റ് ആക്കണമെങ്കിൽ ഒരു 19 രൂപ താഴെ ആവുള്ളൂ. അത്രേ ഉള്ളൂ. എങ്കിലും പ്രൈവറ്റ് ആക്കിയാലും 30 രൂപ കൂട്ടിക്കോ. മാക്സിമം പോയി 6 റേഞ്ച് ഒക്കെ ആവും. അത്രേ ഉള്ളൂ അല്ലേ? അപ്പൊ പ്രൈവറ്റ് ആക്കിയിട്ടും കൊണ്ടുനടക്കാം. ZDI+ലുള്ള ഡീസൽ വണ്ടി ലോ കിലോമീറ്ററും കൂടി ആട്ടോ. 1.30 കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ്. ശരി. അടുത്തത് വലിയൊരു 7 സീറ്റ് മറാസോ ഏതാ മോഡല്? ഇത് 2019 വണ്ടിയാണ്. ഇത് പിന്നെ ഇറ്റുവാ? അതെ. ബേസ് ആണല്ലേ? ബേസ് അല്ല, ബേസിന്റെ മുകളിൽ വരും. അതായത് 4 ഡോർ വിൻഡോയും സംഭവങ്ങളെല്ലാം വരും കേട്ടോ. കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ പറയുമ്പോൾ ബേസ് ആണെന്ന് അവമാനിക്കാനുള്ള ആവശ്യമില്ലല്ലോ അല്ലേ? ഇത് 20 അല്ലേ പറഞ്ഞേ?
20 കിലോമീറ്ററോ? ഇത് 2 ലക്ഷം കിലോമീറ്ററോളം ഓടിയിട്ടുണ്ട്. ഓടിയിട്ടുണ്ട്. അപ്പോൾ അതൊന്നുമില്ലല്ലോ അല്ലേ? ഒക്കെ വെറും ചെറിയ വിലയുള്ളൂ, 4.95 കൊടുക്കാം. അടിപൊളി. 4,90,000 രൂപയ്ക്ക് നിങ്ങൾക്ക് എടുക്കാം. അതും 20 മോഡൽ. 20 മോഡൽ വണ്ടി. 20 മോഡൽ ഒരു ഇന്നോവേന്റെ ഇതിനൊരു 10-16 റേഞ്ച് മൈലേജ് കിട്ടും കേട്ടോ. അത് മാത്രമല്ല 20 മോഡൽ ഒരു ഇന്നോവേന്റെ എല്ലാ ഉപയോഗം നടക്കുകയും ചെയ്യും. എല്ലാ യൂസും ഉണ്ട്. യാത്രാസുഖം കാര്യങ്ങളൊക്കെ പക്കയാണ്. അന്യായ യാത്രാസുഖം. ഈ മഹീന്ദ്രയുടെ കമ്പനി പൈസക്ക് കൊടുക്കുകയും ചെയ്യും. അതെ, മഹീന്ദ്രയുടെ കമ്പനി ആയതുകൊണ്ട് മാത്രം ഈ റീസെയിൽ വാല്യൂ ഡീവിയേഷൻ വന്നേക്കുന്നതാണ്. കമ്പനിക്ക് അല്ല, ഒരു മാർക്കറ്റ് ഉണ്ടല്ലോ. അതെ, മാർക്കറ്റ് കുറവാണ്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ എന്തായാലും 4 ലക്ഷത്തി ഇത് 4.95 എന്തായാലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. മാക്സിമം 20 വണ്ടി കേട്ടോ. ഫുൾ ലോൺ കയറും. മാക്സിമം ലോൺ വരും ട്രാക്ക് ഒക്കെ ഉണ്ടെങ്കിൽ. ഇനി അന്നും ഇന്നും വില കുറയാത്ത സാധനം. അതെ അതെ. ഇതേതാ മോഡൽ? ഇത് 2012 നീറ്റ് ആൻഡ് ഹൈ ക്വാളിറ്റി ഇന്നോവ കേട്ടോ. അത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒറിജിനൽ കേരള വണ്ടി, സിംഗിൾ ഓണർ വണ്ടി, ഫുള്ള് കമ്പനി സർവീസ് കാര്യങ്ങളെല്ലാം ഉണ്ട്. അതും ടാക്സി 3 ലക്ഷം കിലോമീറ്റർ ഉണ്ട്, 3 സംതിങ് ഉണ്ട്. ഫുള്ള് കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ്. അതെ അല്ലേ? അതായത് ഇന്നോവ വേണമെങ്കിൽ ഇത് നിങ്ങൾ മിസ് ചെയ്യണ്ട. അത്യാവശ്യം ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. ഇത് നമുക്ക് എന്ത് വിലയുണ്ട്? ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് 5.65 കൊടുക്കാം കേട്ടോ. 20 വണ്ടിയുടെ വില നിങ്ങൾ കേട്ടല്ലോ. വണ്ടി നോക്കിയാൽ മനസ്സിലാവട്ടോ, അവിഞ്ഞിട്ടില്ല, അതുപോലെ യൂസ് ചെയ്തേക്കണം. നല്ല ക്ലീൻ ആ വണ്ടി. അതെ അതെ. ഹെഡ്ലൈറ്റ് ഒക്കെ വന്നപ്പോൾ തന്നെ ടൈപ്പ് 4 കൺവേർട്ട് ചെയ്താണ്. മേജർ ഇടിയൊന്നും ഇല്ലല്ലോ. മേജർ ഇടിയോ കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, 5,25,000 രൂപ. ആ ഒരു സ്കോട്ടർ ക്ലാസ് ആണ് മാറിയിട്ടുണ്ട്. അതൊക്കെ കമ്പനിയിലുള്ള. എന്ത് പറയാനാ? അല്ല, ഇത് 5,25 അല്ലേ? ഇത് 5.65. 2012 മോഡലാണ്. ആർക്കെങ്കിലും വേണമെങ്കിൽ നിങ്ങൾ നോക്കിക്കോ. 7 സീറ്റ് ആട്ടോ. 7 സീറ്റ് 1 ഇയർ ടാക്സ് ഉള്ള. മറ്റേ 8 സീറ്റ് ആണെങ്കിൽ 3 മാസം ക്വാർട്ടർ ടാക്സ് ഉണ്ടല്ലോ, അടക്കേണ്ടി വരും അല്ലേ? അപ്പൊ ഇതൊന്നും അതൊന്നുമില്ല. അടുത്താണ് ഏറ്റവും വില കുറച്ച് കൊടുക്കാൻ പറ്റുന്ന 7 സീറ്റ്. 2015 തന്നെ. 15. അതും ഡീസലിന് നല്ല മൈലേജ് ഉള്ള വണ്ടി. അതെ അതെ. ലോഡ്ജി 1.60 കമ്പനി സർവീസ് ഉള്ള വണ്ടി. ഇത് സർവീസ് ഒക്കെ ഉള്ള വണ്ടി. അതെ, റെനോൾട്ട് ആയതുകൊണ്ട് മാത്രം വിലയില്ല. ഫിനാൻസ് കയറിയല്ല, അതാണ് ഇതിന്റെ വിഷയം. റെഡി പേയ്മെന്റ് ചെയ്ത് പോവുള്ളൂ. ഓക്കെ, ഇത് പിന്നെ ഈ 15 വണ്ടി എന്ത് വിലക്ക് കൊടുക്കും? 2.65 കൊടുത്തേക്കാം. 2.65. 2,65,000 പൈസ പോലും ആവുന്നില്ലല്ലോ. അതെ അതെ. അപ്പൊ അത്യാവശ്യം 2.65 റെഡി. ഇത് വേറെ ആക്സിഡന്റോ റീപ്ലേസോ കാര്യങ്ങളോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ശ്രീറാം ഒന്നും ചെയ്യൂല. ശ്രീറാം നല്ല ട്രാക്ക് ഉള്ളവർക്ക് മാത്രമേ ഈ ലോഡ്ജി ചെയ്യുള്ളവർ. ശരി. അപ്പോൾ എന്തായാലും നിങ്ങൾ ഒരു കാര്യം ചെയ്താൽ അത് വരിക, വന്നിട്ട് വണ്ടി കാണാൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാക്സിമം നോക്കിയിട്ട് എടുത്തോളൂ. ക്വാളിറ്റിയുള്ള വണ്ടികളൊക്കെ വേണമെങ്കിൽ. അതുപോലെ തന്നെ നല്ല അടിപൊളി ഒരു ബൊലേറോയും കൂടി ഉണ്ടല്ലോ. ബൊലേറോ ഇത് 19 മോഡൽ ബൊലേറോ. ഇത് 19? ആ 19. അല്ലാണ്ട് വേറെ 2 വരാനുണ്ട്. 19, 20 ഒക്കെ വേറെ വരാനുണ്ട്. ആഡ് ബ്ലൂ ഉള്ള ഒക്കെ വരാനുണ്ട്. അതെ അല്ലേ? ഒക്കെ ആകുമ്പോൾ നമുക്കൊരു 4.25 രൂപ ബഡ്ജറ്റ് ആ റേഞ്ച് ഒക്കെ ഇതാവും. ഇത് ഓൾറെഡി സെയിൽ ആയി കിടക്കണാണ്. പക്ഷെ വേറെ 2 കൂടി വരാനുണ്ട്. ഫുൾ കമ്പനി സർവീസ് ഉള്ള സെയിം സാധനം. 19, 20 ഇതൊക്കെ ആകുമ്പോൾ 4.25 രൂപക്ക് 19 വണ്ടി സോൾഡ് ആയതാ. അതെ അല്ലേ? ഇതൊക്കെ ടാക്സി ആക്കാൻ ഒരു പ്രൈവറ്റ് ആക്കാൻ ഒരു 50 രൂപ പോലെ 30 രൂപയൊക്കെ മാക്സിമം മതി. ലൈഫ് ടാക്സ് ഉണ്ടല്ലോ. മാക്സിമം ലോൺ ഇട്ട് കൊടുക്കാട്ടോ നമുക്ക്. തീർച്ചയായിട്ടും 19 വണ്ടിയൊക്കെ 4 റേഞ്ച് ആയിട്ട് നിങ്ങൾക്ക് തരുന്നത്. അമീനോടൊപ്പം എന്തായാലും കുറച്ച് ചെറിയ വണ്ടികൾ കൂടെ കാണിച്ചു കൊടുക്കാം. ചെറിയ പൈസക്ക് മൈലേജ് അല്ലാണ്ട് വേറെ വണ്ടികൾ വരാനുള്ള ഉണ്ട് കേട്ടോ. വേറെ ഉണ്ടല്ലേ? ഉണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും ഇവിടെ കിടക്കുന്ന ഇപ്പൊ കുറച്ച് ചെറിയ വണ്ടികൾ കാണിച്ചാൽ അൾട്ടോയും കുറച്ച് വാഗണർ കാണിച്ചു തരാം കേട്ടോ. അതായത് 30 കിലോമീറ്റർ അടുത്ത് മൈലേജ് കിട്ടും. വാഗണറൊക്കെ ആകുമ്പോൾ 10-35 റേഞ്ച് മൈലേജ് കിട്ടും. അല്ലേ? CNG വണ്ടിയല്ല. ഓക്കെ, പിന്നെ വേറെ കാണിച്ചു വിടാം. ഇതൊക്കെ എല്ലാത്തിനും ഊബർ അറ്റാച്ച് ചെയ്ത് ഓടാൻ പറ്റുന്ന വണ്ടികളല്ലേ? അതൊക്കെ ഓൾമോസ്റ്റ് എല്ലാം കിടക്കണം യൂബർ അറ്റാച്ച്ഡ് വണ്ടികളാണ്. 90% വണ്ടികളും യൂബർ അറ്റാച്ച്ഡ് വണ്ടികളാണ്. ഓടിച്ചാൽ മതി. അടിപൊളി. അപ്പൊ എന്തായാലും ഈ ഫസ്റ്റ് വണ്ടി അൾട്ടോ ഏതാ മോഡല്? ഇത് 2020. 20 അല്ലേ? ഓക്കെ, അതായത് മോഡൽ കൂടിയ വണ്ടി കേട്ടോ, പഴയ മോഡലൊന്നും അല്ല. ഇത് കിലോമീറ്റർ ഒക്കെ അറിയോ? 1.25 കമ്പനി സർവീസ് ഉള്ള. പലരും ചോദിക്കും കിലോമീറ്റർ കൂടുതൽ ഓടിയതല്ലേ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ അതിനൊക്കെ? അങ്ങനെ ഇപ്പൊ കുഴപ്പങ്ങളില്ല. ഇപ്പൊ ഇഷ്ടം പോലെ ടാക്സി വണ്ടികൾ 3.5, 4, 5 ഒക്കെ ഓർഡർ നമ്മൾ കാണാറുണ്ട്. നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണ യൂസ് അതുപോലെ ആയിരിക്കും വണ്ടി ഇരിക്കുന്നത്. സർവീസ് ഉണ്ടോ? പക്ക ഓൾമോസ്റ്റ് വണ്ടികൾ സർവീസ് ഉള്ള വണ്ടികൾ, ഹിസ്റ്ററി ഉള്ള വണ്ടികളാണ്. മേജർ ആക്സിഡന്റ് എന്തെങ്കിലും ഉണ്ടോ? ചില വണ്ടികളൊക്കെ ബോണ്ട് ഡോർ അങ്ങനെയൊക്കെ റീപ്ലേസ് ഉണ്ട്. അല്ലാണ്ട് അബ്രോം പൊട്ടിച്ചോ കാര്യങ്ങളോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല. മേജർ പ്രശ്നങ്ങളൊന്നും അല്ല. അതൊക്കെ നമുക്ക് ഇവിടെ കമ്പനി ഉണ്ട്. അറിയാവുന്ന ആരെ കൊണ്ടുവന്നാലും ചെക്ക് ചെയ്ത് ബോധ്യപ്പെട്ട് എടുത്താൽ മതി. നമ്മുടെ തൊട്ടടുത്ത് ഇൻഡസ് ഉണ്ട്, മാരുതിയുടെ തന്നെ. ഇതിപ്പോ 20 വണ്ടിക്ക് എന്താ വില? ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് 2.85 കൊടുക്കാം. 2.85 CNG വണ്ടി കേട്ടോ. CNG ഉള്ളത് ഒരു 10-70 രൂപ CNG തന്നെ വില ഉണ്ടല്ലേ? ഇതൊക്കെ പുത്തൻ ടെസ്റ്റ് ആണ്. അതെ. അപ്പൊ എന്തായാലും ടാക്സിയാണ് ഈ പറഞ്ഞ പോലെ തന്നെ. ഇവിടെ 2 കൊല്ലത്തേക്ക് പേപ്പർ ഉൾപ്പെടെയാണ് അല്ലേ? ടാക്സി മാത്രമേ ഉള്ളൂ, പ്രൈവറ്റ് ഒന്നും നോക്കണ്ട. അതുപോലെ തന്നെ ഈ കിടക്കുന്ന അൾട്ടോ ആണെങ്കിലോ? ഇതൊക്കെ ആകുമ്പോൾ 2019. ഇത് ന്യൂ ഷേപ്പ് ആണ് കേട്ടോ. കിലോമീറ്റർ ഒക്കെയോ? ഇതും 1.5 ആ റേഞ്ച് ഓടിയിട്ടുണ്ട് അല്ലേ? അപ്പൊ എന്തായാലും പെട്രോൾ വണ്ടി ആയതുകൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം ചെക്ക് ചെയ്തോ. കമ്പനി CNG വണ്ടി കേട്ടോ. മേജർ പ്രശ്നങ്ങളൊന്നുമില്ല. മേജർ പ്രശ്നം കാര്യങ്ങളൊന്നുമില്ല. ശരി, ഈ പറഞ്ഞ ചെറിയ ബമ്പർ അതൊക്കെ ചിലപ്പോൾ മാറിയിട്ടുണ്ടാവും. ഞാൻ പറയല്ലോ, ഇപ്പൊ നിങ്ങൾ ഓടിച്ചൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ പോരായ്മകളുണ്ട്, അത് നമുക്ക് മാക്സിമം ചെയ്തു തരാം. അതാണ്. ഇതിപ്പോ നമുക്ക് എന്താ വില? ഇതൊക്കെ ആകുമ്പോൾ 2.25 രൂപ കൊടുക്കാം. 2,75,000 രൂപയ്ക്ക്. ഓക്കെ, അതപ്പോ എന്തായാലും ഇതൊക്കെയെന്ന് പറഞ്ഞാൽ 30-ന് പുറത്ത് മൈലേജ് കൺഫേം. മാക്സിമം ഒരു 10-25 രൂപ 30 രൂപ ബാലൻസ് ലോണും കയറും കൊണ്ടുപോകും അല്ലേ? ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ ഒരു വാഗണർ ഉണ്ടല്ലോ. ഇതോ? വാഗണർ 3-4 എണ്ണം കിടപ്പുണ്ട്, വേറെയും വരാനും ഉണ്ട്. ശരി, ഇതിപ്പോ ഏതാ മോഡല്? ഇതൊക്കെ ആകുമ്പോൾ 2022. 22 പുത്തൻ വണ്ടി അല്ലേ? അതെ അതെ. CNG കമ്പനി പുത്തൻ ടയർ, ഫുള്ള് കമ്പനി സർവീസ് കാര്യങ്ങളെല്ലാം ഉള്ള വണ്ടിയാണ്. കിലോമീറ്റർ അറിയോ? ഇതിന്റെ 1.5 കമ്പനി സർവീസ് അല്ലേ?
കറക്റ്റ് സർവീസ് ഉള്ള ഒന്നര. നല്ല മൈലേജ് ആണ് അല്ലേ? നല്ല 30-35 റേഞ്ച് മൈലേജ് കിട്ടും. 3 സിലിണ്ടർ വണ്ടിയും കൂടിയല്ലേ. ഇതെന്താ വില? ഇതൊക്കെ ആവുമ്പോ നമുക്കൊരു 468 കൊടുക്കാം. 468. സാധാരണ ഗതിയിൽ ഒരു 5.5 റേഞ്ചിൽ മാർക്കറ്റുള്ള വണ്ടിയാണ് പ്രൈവറ്റ് ആണെങ്കിൽ. അതെ അതെ. ഓക്കെ, 468 നിങ്ങൾക്ക് എടുത്തോണ്ട് പോകാം. അതും ഈ പറഞ്ഞ തന്നെ ഒരു 10-25 രൂപ ഡൗൺ പേയ്മെന്റ് പോലെ. വാഗണറൊക്കെ ആകുമ്പോൾ ഒരു 19 രൂപ റേഞ്ച്, 50 രൂപ. 4 ലക്ഷം രൂപ എന്തായാലും ലോൺ 4 രൂപ കിട്ടും. അതുപോലെ തന്നെ ഈ കിടക്കുന്നാണെങ്കിലോ? ഇത് 2023. ഇത് 23 ആണ്. 23 വണ്ടി. അടിപൊളിയാ. ഇത് നമുക്കൊരു 485 റേഞ്ചിലേക്ക് കൊടുക്കാം. 485. അത് 22-23 ഒക്കെ തമ്മിൽ 10-15 ഒക്കെ വ്യത്യാസമുള്ളൂ. അതെ അതെ. ഓക്കെ, അപ്പൊ എന്തായാലും 23 വണ്ടിയാണ്. മേജർ ആക്സിഡന്റ്. ഇത് 2023 വണ്ടിയാണ്. 23 തന്നെയാണ്. ഇത് നമുക്കൊരു 485, 4.3 രൂപ കൊടുക്കാം. ഇതിന്റെ ഒരു ഡോർ റീപ്ലേസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ചെക്ക് ചെയ്തോളൂ. ഡോറും ഈ ബോണറ്റും, അല്ലാണ്ട് മേജർ ആയിട്ടുള്ള അബ്രോമുട്ടിയുടെ കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല. അതാ പറഞ്ഞത്, മാക്സിമം ചെക്ക് ചെയ്ത് മാത്രം എടുത്തു. മാക്സിമം എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്യാനുള്ള അവസരമുണ്ട്. അതെ, അത് 23 വണ്ടിയാണ് കേട്ടോ. അതെ, 475 വരുന്നത്. അതുപോലെ തന്നെ ഈ കിടക്കുന്നാണെങ്കിലോ? ഇത് 2023 വണ്ടി. 23 തന്നെയാണ്. ശരി, ഇത് നമുക്ക് എന്താ വില? ഇത് നമുക്ക് ആ റേഞ്ച് അടുപ്പിച്ച് കൊടുക്കാം. 4.3 റേഞ്ചിൽ 485 ആ റേഞ്ചിൽ കൊടുക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും വാഗണർ നോക്കുന്നവരുണ്ടെങ്കിൽ CNG ഉള്ള 4 വണ്ടി നിരത്തിയിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ തന്നെ ഊബറൊക്കെ ഓടിക്കാൻ എല്ലാം, വാഗണർ, ഡിസയർ, എർട്ടിഗ എല്ലാം കിടപ്പുണ്ട്. എല്ലാം ഉണ്ട്. ബാക്കിയുള്ളതും കൂടി നമുക്ക് ഇനിയിപ്പോൾ ഇതിന്റെ കൂടെ പറഞ്ഞു പോവാം. കാണിച്ചു കൊടുക്കാം. അപ്പോൾ എന്തായാലും നോക്കിക്കോളൂ കേട്ടോ. അമീൻ ബ്രോ, അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ കുറേ വണ്ടികൾ കാണിച്ചു അല്ലേ? കാണിച്ചു. അപ്പോൾ എന്തായാലും ഈ ഒരു എപ്പിസോഡിൽ ലാസ്റ്റ് വണ്ടി മാക്സിമം വില കുറച്ച് വരാൻ പറ്റുന്ന ഒരു 30 കിലോമീറ്റർ മൈലേജ് ഉള്ള വണ്ടി 2016 ഇയോൺ CNG ആണ്. യൂബർ അറ്റാച്ച്ഡ് വണ്ടി തന്നെയാണ്. അതെ, ഊബർ അറ്റാച്ച്ഡ് ആണ്. ഈ പറഞ്ഞ പോലെ തന്നെ ചെറിയ പൈസക്ക് എടുത്തു ചെറിയ കാശിന് കൊടുക്കാം, വലിയ പൈസ ഓടി ഉണ്ടാക്കാം. ഇത് 16 കിലോമീറ്റർ അറിയോ? ഇതിന്റെ 1.25 ഓടിയിട്ടുണ്ട് അല്ലേ? അപ്പോൾ അതൊന്നുമില്ലല്ലോ. അപ്പോൾ അതൊന്നുമില്ല. ഓക്കെ, അത്യാവശ്യം ഈ പറഞ്ഞ പോലെ തന്നെ 30 മുതൽ മൈലേജ് കിട്ടും. നല്ല യൂബറൊക്കെ അറ്റാച്ച്ഡ്, നേരെ എടുത്ത് ഓടിയാൽ മാത്രം ഓടിയാൽ മതി അല്ലേ? ഓക്കെ, ഇതിപ്പോൾ ശരിക്കും എന്താ വില? 16 വണ്ടി ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് 2 രൂപ ബഡ്ജറ്റ് കൊടുക്കാം. 2 ലക്ഷം രൂപ. ഒരു 1.95 കൊടുക്കുവാണെങ്കിൽ മാക്സിമം ചെയ്ത് കൊടുക്കാം. നമ്മുടെ ആൾക്കാർ വരുമ്പോൾ പറഞ്ഞായിട്ടോ സെറ്റ് ആയി കൊടുക്കാം. സ്പെഷ്യൽ ഡിസ്കൗണ്ടിൽ എടുത്തുകൊണ്ട് പോകാം. അപ്പോൾ ഇതൊന്നും നിങ്ങൾ മിസ് ചെയ്യണ്ട. ഇതൊക്കെ ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഈ കിടക്കുന്ന വണ്ടികളൊക്കെ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം ഈ പറഞ്ഞ മാക്സിമം വിലയൊക്കെ കുറച്ച് തരാൻ പറ്റും. പിന്നെ ഫുൾ വീഡിയോ നിങ്ങൾ മാക്സിമം കാണുക, അതുപോലെ തന്നെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. അതുകൊണ്ട് ഇഷ്ടം പോലെ വണ്ടികൾ പുതിയത് കയറാനുണ്ട്. അല്ലാണ്ട് ടച്ച് ആൻഡ് പോളിഷ് അതൊക്കെ ആയിട്ട് പോയേക്കുവാണ്. അപ്പോൾ ഇഷ്ടം പോലെ വണ്ടികളുണ്ട്. കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് നമ്മളെ കോൺടാക്ട് ചെയ്തോ കേട്ടോ. പിന്നെ നിങ്ങൾ എന്തെങ്കിലും കാറ്റലോഗും കാര്യങ്ങളൊക്കെ ഉണ്ടോ? കാറ്റലോഗ് കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ എന്താ ചാനലും പരിപാടിക്കില്ലേ? നമുക്കൊരു ഇൻസ്റ്റയിൽ പേജ് അപ്പോൾ ഫോളോ ചെയ്ത് വെച്ചാൽ അപ്ഡേഷൻ കിട്ടും. ഓക്കെ, അപ്പോൾ എന്തായാലും ലിങ്ക് കാര്യങ്ങളൊക്കെ ഞാൻ കൊടുത്തേക്കാം. മാക്സിമം ഓഫർ ഇട്ട് നമ്മൾ അതിൽ കൊടുക്കുന്നുണ്ട്. അതാണ്, ടാക്സി വണ്ടികൾ വേണമെങ്കിൽ എനിക്ക് തോന്നുന്നു കേരളത്തിൽ ടാക്സിക്കാരുടെ ഷോറൂം ഇപ്പോൾ നിങ്ങൾക്കേ ഉള്ളൂ. അതെ അതെ, കേരളാസ് നമ്പർ 1 ടാക്സി ഷോറൂം നമ്മുടെയാണ്. നമുക്കിവിടെ 3 എണ്ണം ഉണ്ട്. അതിൽ ടാക്സിക്ക് വേണ്ടി ആദ്യം തുടങ്ങിയത് നമ്മളാണ്. അത്രേ ഉള്ളൂ. അത് ലൈസൻസ്ഡ് ഷോറൂമാണ്. അതെ, ഈ ഒരു ഷോറൂമിൽ ടാക്സി മാത്രമേ ഉള്ളൂ, ഞാൻ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ അതല്ല പിന്നെ മാക്സിമം എനിക്ക് പിന്നെ വീണ്ടും പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ, നമ്മുടെ വീഡിയോ കണ്ടുവരുന്നവർക്ക് കച്ചവടം നടക്കുക എന്നുള്ളതാണല്ലോ നമ്മുടെ ലക്ഷ്യം. നമ്മൾ ഒരിക്കലും പിടിവാശി പിടിച്ചോണ്ടിരിക്കില്ല. കൊടുക്കാന്നുണ്ടെങ്കിൽ കൊടുക്കും, ഏത് വണ്ടിയായിട്ട് എക്സ്ചേഞ്ച് ചെയ്യാം. അതെ അതെ. ഓക്കെ, അപ്പോൾ എന്തായാലും ഒന്ന് കോൺടാക്ട് ചെയ്തോ കേട്ടോ. ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്തേക്കാം അല്ലേ? ഓക്കെ ഓക്കെ. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ വരുന്നത് കാണാൻ മറക്കണ്ട അല്ലേ? ഓക്കെ, പ്രൈവറ്റ് വണ്ടികളുടെ ഇതിന്റെ അപ്ഡേഷൻ ഒക്കെ നമുക്ക് വന്നായിരിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും വൈൻഡപ്പ് ചെയ്തേക്കാം അല്ലേ? ശരി ശരി.